നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് കുംഭമാസത്തിലെ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇടവരാശിക്കാർക്ക് വ്യാഴം ധനസ്ഥാനത്ത്, നിങ്ങളുടെ ധനസ്ഥാനത്ത് ആഗ്രഹങ്ങൾ, നമ്മളെന്താണോ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രവൃത്തി വിജയം, എല്ലാ വിജയങ്ങളും ഉണ്ടാകും, വിചാരിക്കുന്ന കാര്യങ്ങൾ സഫലമാകും എന്ന് തന്നെയാണ് വ്യാഴം സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, എഴുത്തു പരീക്ഷ വിജയം, ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ശുഭകരമായിട്ട് വരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഈ വ്യാഴത്തിൻ്റെ നിൽപ്പ് വളരെ ശുഭകരമാണ്. പിന്നെ നിലവിലുള്ള ശനിയുടെ അവസ്ഥ, ശനിയും നിങ്ങൾക്ക് ലാഭസ്ഥാനം നിൽക്കുന്നു, ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. അപ്പോൾ ലാഭം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. പൊതുവേ ഇടവരാശിയെ സംബന്ധിച്ച് കൂടുതലും, അതായത് 80% ശുഭഫലം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് ഈ വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്നു. ആ വ്യാഴത്തെ നമുക്ക് പരിപോഷിപ്പിക്കാം വ്യാഴാഴ്ച. അപ്പോൾ കാലതാമസം ഒഴിവാക്കി ഭാഗ്യാനുഭവങ്ങൾ നേരത്തെ തന്നെ നമ്മൾ കയ്യിലേക്ക് എത്തിച്ചേരും. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വ്യാഴം അവിഷ്ടസ്ഥാനമായ 11 നിന്നുകൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ കാര്യങ്ങളും നടത്തും. മംഗളകരമായ കാര്യങ്ങൾ, ഉദ്യോഗലബ്ധി, യാത്രാഗുണം, പിന്നെ ഗൃഹ നിർമ്മാണമോ മോടി കൂട്ടലോ, പിന്നെ വാഹനലബ്ധി, യാത്രകൾ, അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും നടക്കുമെന്ന് തന്നെയാണ് വ്യാഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ വ്യാഴത്തെ പരിപോഷിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ഒരു കാര്യം. അപ്പോൾ ഈ ചിങ്ങരാശിയെ സംബന്ധിച്ച് നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോകണം. മാത്രമല്ല ശനിപ്രീതിയും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യങ്ങൾ തന്നെ കിട്ടും. ഇനി പറയുന്നത് തുലാമാണ്. ഈ തുലാം രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായ 9 വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗ്യമായ അവസ്ഥ തന്നെയാണ്. എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യാഴം സൂചിപ്പിക്കുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടും, ഇനി സന്താന ഭാഗ്യം, അതായത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം, പിന്നെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഉദ്യോഗലബ്ധി, പിന്നെ ഉന്നത പരീക്ഷ വിജയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വ്യാഴം സൂചിപ്പിക്കുന്നു. പൊതുവെ 9 വ്യാഴം നമുക്ക് എല്ലാവിധമായ ഭാഗ്യവും തരുന്നതായി തന്നെ കാണുന്നു. അപ്പോൾ പിന്നെ ഈ മാസത്തെ ഫലം കൊണ്ട് തന്നെ വിവാഹം, സ്നേഹബന്ധത്തിനൊക്കെ വഴി തെളിയുന്നു. അതുവഴി വിവാഹത്തിലോട്ട് പോകാനും ഒക്കെ സാധ്യത ഈ രാശിക്കാർക്ക് കാണുന്നു. ഇനിയുള്ളത് ധനുവാണ്. ധനുരാശിക്കാർക്ക് എല്ലാവിധമായ നിവർത്തിസ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നിവർത്തിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമോ അത് നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതാണ് നിവർത്തിസ്ഥാനം. അപ്പോൾ ആ സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വളരെ ഭാഗ്യമാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ധൈര്യമായിട്ട് ഇറങ്ങാം, നമുക്ക് കാര്യങ്ങളും മുന്നോട്ട് നീങ്ങും എന്ന് കാണുന്നു. യാത്രാസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. യാത്ര, പിന്നെ വിവാഹസ്ഥാനം ഒക്കെയാണ്.
അപ്പോൾ വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം, പിന്നെ സന്താനങ്ങളില്ലാതെ ഇരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം, പിന്നെ ഈ വിദേശ യോഗം, പിന്നെ ഗ്രഹം മോടികൂട്ടലോ നിർമ്മാണമോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ വാഹനയോഗം, എല്ലാവിധമായ ഭാഗ്യങ്ങളും ഈ വേഴം നൽകും എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഭൂമി ലാഭം, ഭൂമി ക്രയവിക്രയങ്ങൾ അതിനും പറ്റിയ ഒരു സമയമായി തന്നെ കാണുന്നു. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുകൂലമാകും. ഗവൺമെൻറ് തല കാര്യങ്ങളും ശുഭമായി വരുന്നതായി കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ ഈ രാശിയിൽ ശനിബന്ധം ഉണ്ട്. അപ്പോൾ ആയതിനാൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ചെറിയ തടസ്സമൊക്കെ വന്നേക്കാം. ആ തടസ്സം സ്ഥിരമായ തടസ്സമല്ല. അപ്പോൾ ഈ വേഴത്തിൻ്റെ നിൽപ്പ് വച്ചിട്ട് ആ തടസ്സങ്ങളൊക്കെ ഹരിക്കപ്പെടും. അപ്പോൾ തടസ്സങ്ങൾ നീങ്ങി മുമ്പോട്ട് പോകും. എന്നിരുന്നാലും ആ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തുന്നത് ഉചിതമാണ്. ഇനി പറയുന്ന കുംഭമാണ്. ഈ കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം, പൂരുരുട്ടാതി, മുക്കാലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഴം 5-ലാണ് സഞ്ചരിക്കുന്നത്. 5 പറയുമ്പോൾ നമ്മുടെ ആഗ്രഹസ്ഥാനം, സന്താനഭാവം എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങി നടക്കുമോ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനമാണ് 5. അപ്പോൾ അവിടെയാണ് വേഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന കാര്യങ്ങൾ സഫലമായി വരും. ഇനി കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അത് മാർച്ച് 1 ശേഷം തടസ്സങ്ങളെല്ലാം നീക്കപ്പെടുന്നു എന്നതും കൂടി കാണുന്നു. എല്ലാവിധമായ ഐശ്വര്യവും ഭാഗ്യവും സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സഹായങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതായി കാണുന്നു. ഇനി മാതൃസ്വത്ത് കിട്ടാനുള്ളവർക്ക് അത് കിട്ടുന്നതായി കാണുന്നു. മാതൃ വഴിയോ അമ്മാവൻ വഴിയോ ഒക്കെ, ബന്ധുജനങ്ങൾ വഴിയോ ഒക്കെ തന്നെ, പിന്നെ കൂട്ടുകാർ വഴിയോ ഒക്കെ ശുഭഫലം കിട്ടുന്നതായിട്ട് തന്നെ കാണുന്നു മാർച്ച് 1 ശേഷം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫലമാകും. എന്നാൽ നിങ്ങൾക്ക് നിലവിൽ ശനി 2-ൽ സഞ്ചരിക്കുന്നുണ്ട്. ശനി ഒരു പാപഗ്രഹമാണ്. ആയതിനാൽ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ എല്ലാവിധമായ ഭാഗ്യവും നമുക്ക് അനുഭവിക്കാൻ ഇടയാകും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.